ഈ കാര്യം മനസ്സിലാക്കാതെ ഒരു അഡിക്ഷനും നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കുകയില്ല. ഏതൊരു ശീലവും ഉണ്ടാകുന്നത് ഈ ഒരു 4 സ്റ്റെപ്പ് വഴിയാണ്. ക്യൂ, ക്രേവിംഗ്, റെസ്പോൺസ് ആൻഡ് റിവാർഡ്. ഇൻസ്റ്റാഗ്രാം അഡിക്ഷൻ നമുക്കെടുക്കാം. നിങ്ങൾ കാര്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ ഫോണിൽ വരും. ഇതൊരു ക്യൂ ആണ്, ഒരു ട്രിഗർ ആണ്. സ്വാഭാവികമായിട്ടും എന്താണ് അതെന്ന് അറിയാനുള്ളൊരു ക്രേവിംഗ് നമുക്കുണ്ടാകും. നമ്മൾ അതൊന്ന് എടുത്തു നോക്കും. ആ എടുത്തു നോക്കുന്ന റെസ്പോൺസ് ആണ്. അത് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതാണ് റിവാർഡ്. ഈ റിവാർഡിൽ നിന്ന് അടുത്ത ക്യൂ വരും. അത് ചിലപ്പോൾ ഒരു റീലായിരിക്കാം. അപ്പോൾ ആ റീൽ എടുത്ത് നമ്മൾ കാണുന്നു. ആ റീലിൽ നിന്ന് ഇത് ലൂപ്പായിട്ട് മാറുവാണ്. അവിടുന്ന് ക്രേവിംഗ് ഉണ്ടാകുന്നു, റെസ്പോൺസ് ഉണ്ടാകുന്നു, റിവാർഡ് ഉണ്ടാകുന്നു. ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു റീലിൽ നിന്ന് 5, 10, 20 റീലിലേക്ക് നമ്മുടെ കാഴ്ച അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതൊരു ശീലമായി മാറുകയും ഗ്രാജുവലി ഇതൊരു അഡിക്ഷനായി മാറുകയുമാണ് ചെയ്യുന്നത്. ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് ഈ 4 സ്റ്റെപ്പിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യണം. ക്യൂ ഒഴിവാക്കാൻ, ക്യൂ ഇൻവിസിബിൾ ആക്കാൻ, ഐദർ നോട്ടിഫിക്കേഷൻ ടേൺ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നെറ്റ് തന്നെ ഓഫ് ചെയ്ത് വെക്കുക ആ വർക്ക് തീരുന്നിടം വരെ. ക്രേവിംഗ് കുറയ്ക്കാനായിട്ട് ഫോൺ അൺഅട്രാക്റ്റീവ് ആക്കാം. അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിൽ ഇടാം അല്ലെങ്കിൽ ഫോണിൽ ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാം. റെസ്പോൺസ് കുറയ്ക്കാനായിട്ട് ഇത് ഡിഫിക്കൽട്ട് ആക്കുക എന്നുള്ളതാണ്. ഫോൺ വേണമെങ്കിൽ ലോക്ക് ചെയ്യാം, ഈ ആപ്പ് തന്നെ ലോക്ക് ചെയ്ത് വെക്കാം. ഫോൺ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊന്ന് മാറ്റി വെക്കാം. ഈ വർക്ക് തീരുന്നിടം വരെ ഈ ഫോൺ എടുക്കില്ല എന്നൊരു ഉറച്ച തീരുമാനവും എടുക്കാം. ഇവിടെ ഉണ്ടാകേണ്ട റിവാർഡ് എന്നുള്ളത് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ആണ്. വർക്കിനിടയ്ക്ക് ഞാൻ ഇത്രയും സമയം പാഴാക്കി എന്നുള്ളൊരു കുറ്റബോധം സ്വയം സൃഷ്ടിക്കും. നിങ്ങൾ ഓവർകം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശീലങ്ങൾ കമന്റ് ചെയ്തോളൂ. ഇത് ആവശ്യമുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർക്കായിട്ട് വേഗം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇൻസ്പയർ വിത്ത് അനീഷ് മോഹൻ.